ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ മൃദുല സദാനന്ദൻ. എന്തൊക്കെയാ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖല്ലേ? ഞാനെന്താ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കണത് ഒരു അടിപൊളി എരിശ്ശേരിയാണ് ഉണ്ടാക്കണത്. അത് ഞാൻ മത്തൻ്റെ ഇലയും പരിപ്പും കൂടി വെച്ചിട്ടാണ് എരിശ്ശേരി ഉണ്ടാക്കുന്നത്. എന്താ വെച്ചാൽ ഇപ്പൊ നമുക്ക് കർക്കിടക മാസമാണ്, അതേപോലെ ഇലക്കറികളൊക്കെ നന്നായി കഴിക്കേണ്ട സമയമാണ്, അതേപോലെ ദേഹം രക്ഷിക്കേണ്ട സമയമാണ്. എണ്ണ തേച്ച് കുളി എല്ലാം നമുക്കിപ്പോൾ ഈ മാസത്തിലൊരു എല്ലാ മാസം എപ്പോഴും നമ്മൾ വെള്ളി ചൊവ്വ എണ്ണ തേച്ചിട്ട് തന്നെയാണ്, മേലൊക്കെ എണ്ണ തേച്ചിട്ടാണ് കുളിക്കുക. എന്നാലും ഇപ്പൊ കുറച്ചും കൂടി ഒരു പ്രത്യേകതയാണല്ലോ ഈ സമയത്ത് നമ്മൾ ചെയ്യണത്. അപ്പൊ അതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു സമയമാണ് ഇപ്പോൾ ലേഹ്യങ്ങൾ കഴിക്കുക അങ്ങനെയൊക്കെ. അപ്പൊ ഞാനെന്താ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കണത് എരിശ്ശേരിയാണ് ഉണ്ടാക്കണത് മത്തൻ്റെ ഇല കൊണ്ട്. അപ്പൊ ഞാൻ അതിലേക്ക് എന്തൊക്കെ സാധനങ്ങളാണ് എടുക്കുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എരിശ്ശേരി ഉണ്ടാക്കാനുള്ള സാധനങ്ങള് നമ്മളിവിടെ മത്തൻ്റെ ഇല വെച്ചിട്ടാണ് എരിശ്ശേരി ഉണ്ടാക്കുന്നത്. അപ്പൊ ഞാനിതാ ഇത്രയും മത്തൻ്റെ ഇല എടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ഇത് നമുക്കിനി നന്നാക്കിയിട്ട് ഇങ്ങോട്ട് കട്ട് ചെയ്ത് കൊണ്ടുവരട്ടെ. അപ്പൊ അതിന് വേണ്ടി ഇത് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടത് നാളികേരം ചെറുകിയത് അരയ്ക്കാനായിട്ട്. നാളികേരം ചെറിയൊരു മുറി നാളികേരം ചെറുകിയത് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ജീരകം കൂട്ടിയിട്ടാണ് നമ്മൾ അരച്ചെടുക്കുക. അപ്പോൾ ജീരകം വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് പരിപ്പ് വേണം. എന്താ, പരിപ്പ് കുറച്ച് ഉണ്ടായിക്കോട്ടെ, അപ്പോഴാണ് ഒരു നല്ലൊരു ടേസ്റ്റ് ഉണ്ട് വരുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് പരിപ്പ്, ഇത്രയും ഞാൻ പരിപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള മുളക് പൊടി, നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി എടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ വറവിടാനായിട്ട് നമുക്ക് കടുകും വേണം, വറ്റൽ മുളകും വേണം വറവിടാനായിട്ട്. പിന്നെ ഇപ്പോൾ ഞാനിതിന്ന് നമ്മൾ സാധാരണ എരിശ്ശേരിയിൽ അങ്ങനെ പുളി ഒഴിക്കാറില്ല. ഞങ്ങളുടെ ഇവിടെ ഒന്നും അങ്ങനെ പുളി ഒഴിക്കാറില്ല കേട്ടാ. ഇത് ഞാനൊരു വ്യത്യാസമായിട്ടാണ് ഞാൻ ഈ എരിശ്ശേരി ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ മത്തൻ്റെ ഇല എരിശ്ശേരി ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു 2 തക്കാളിയും കൂടി ഇട്ടാൽ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് വരുന്നുണ്ട്. അതെനിക്കൊരു സ്വാദ് തോന്നിയ കാരണമാണ് ഞാനിങ്ങനെ ഒരു 2 തക്കാളിയും കൂടി എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഞാനിവിടെ 2 തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വെളിച്ചെണ്ണയും വേണം, ഉപ്പും വേണം. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ എരിശ്ശേരി ഉണ്ടാക്കാൻ ആവശ്യമുള്ളത്. അപ്പൊ നമുക്ക് എന്നാലും ഇനി ഇത് നോക്കുകയൊക്കെ ചെയ്യാം, കട്ട് ചെയ്യാം. നമുക്കിപ്പോൾ അത് കട്ട് ചെയ്ത് കൊണ്ടുവരുന്നേക്കാളും മുന്നേ ആയിട്ട് നമുക്ക് അപ്പോഴേക്കും പരിപ്പ് വെന്ത് വന്നോട്ടെ. അപ്പൊ പിന്നെ നമുക്ക് വേഗം കറിയുടെ പരിപാടി കഴിയുമല്ലോ. അപ്പൊ ഞാനിവിടെ ഈ പരിപ്പ് പിന്നെ നന്നായി കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം, ഒരു കുക്കറിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഈ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ നമ്മുടെ ഈ തക്കാളി ഇട്ട് കൊടുത്തിട്ട് ഒരുമിച്ചിട്ട് അങ്ങോട്ട് വേവിച്ചെടുക്കാം. നമുക്ക് വിസിലടുപ്പിച്ചെടുക്കാം. ഇത്രയും വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 4 വിസിൽ, ഒരു 3 വിസിൽ നല്ലോണം അടിച്ചോട്ടെ. എന്നിട്ട് ഒന്ന് ഇരുന്നതിന് ശേഷം നമുക്ക് തുറന്നാൽ മതി. അപ്പൊ ഞാനിതൊരു 3 വിസിൽ അടുപ്പിച്ച് കൊണ്ടുവരാം. നമ്മുടെ പരിപ്പ് അവിടെ വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഈ മത്തൻ്റെ ഇല ഇങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാം. നന്നായിട്ട് ഞാനിത് കഴുകി കൊണ്ടുവന്നതാണ്. നമുക്ക് കറിക്ക് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇങ്ങോട്ട് നുള്ളിയെടുക്കാട്ടോ. ഉള്ളുന്നേ എന്താ പറയാ, ഈ സാധനം ഇങ്ങോട്ട് കളഞ്ഞിട്ട് നമ്മൾ തോരനൊക്കെ എടുക്കുമ്പോൾ അതോട് കൂടി എടുക്കാം. ഇത് നമ്മളിപ്പോൾ ഒരു കറിക്കല്ല, അപ്പൊ കറിക്ക് ആകുമ്പോ ഇങ്ങനെ ആക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ. അപ്പൊ ഇനി ഞാനിതെല്ലാതും ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കൊണ്ടുവരാം. ഞാനിവിടെ പരിപ്പ് ഒരു 4 വിസിൽ അടുപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്നും കൂടി തുറന്നു നോക്കാം. കൈ കിട്ടാം. കണ്ടോ, പരിപ്പും തക്കാളിയും എല്ലാം കൂടി നല്ല യോജിപ്പായിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ? ഇതേപോലെ ആവണം കേട്ടോ, അതാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസൊക്കെ ഒന്ന് കത്തിക്കാം. നമുക്കിനി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം.
ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നോക്കിയിട്ട് നമുക്ക് ഇട്ടാൽ മതി. ഇനി നമുക്ക് എന്താ വേണ്ടതെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ മത്തൻ്റെ ഇല, അത് നമുക്കത് ഇട്ട് കൊടുക്കാം. ഉലർത്തി ഉലർത്തി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് നമുക്കിനി എന്തായാലും ഇളക്കി കൊടുക്കാം. ഇനി മത്തൻ്റെ ഇല ഒന്ന് കിടന്നൊന്നും കൂടി വെന്ത് വരട്ടെ. അപ്പോഴേക്കും ഞാനിവിടെ എന്താ പറയുക, ജീരകവും പിന്നെ നാളികേരം കൂടി അരച്ച് കൊണ്ട് വന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്നും ഇങ്ങോട്ട് വേവട്ടെ, ഒന്നും ഇങ്ങോട്ട് തിളക്കട്ടെ. കണ്ടില്ലേ, നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്, തിളച്ചൊന്ന് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഇതേപോലെ മതി. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് കൊണ്ട് വന്നിട്ടില്ലേ നാളികേരം ജീരകവും കൂടിയിട്ട് അത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അതങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്കിത് വല്ലാതെ തിളക്കൊന്നും വേണ്ട കേട്ടോ. ഒന്നും ഇങ്ങോട്ട് ചെറുതള വന്നാല് നമുക്കിത് ഇങ്ങോട്ട് വാങ്ങി വയ്ക്കാം. കുറച്ചുകൂടി ഉപ്പിടാം. ഇത്രയും മതി. ഇനി നമുക്കിത് ഇത് വാങ്ങി വെച്ചിട്ട് നമുക്ക് വറവിടാനായിട്ട് ഒരു പാൻ അങ്ങോട്ട് വെക്കാം. ഞാനിവിടെ ആ പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കടുക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കടുക് ഇട്ട് കൊടുത്തു. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ആ 2 വറ്റൽ മുളകുണ്ടല്ലോ അതും കൂടി അത് ഇട്ട് കൊടുക്കാം. പൊട്ടി വന്നിട്ടുണ്ട്. നമുക്കിനിയിപ്പോ എല്ലാം കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ മത്തനില വെച്ചിട്ടുള്ള എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളോട്ടോ. വളരെ ടേസ്റ്റാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളോ. അപ്പോൾ നമുക്ക് നാളിനി അടുത്ത വീഡിയോയിൽ കാണാം.